ഈ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ സംഘാടകർ ഫ്യൂച്ചർ FII ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവരുമായി ഇന്ന് ഈ എക്സ്പോ 2030യുടെ സംഘാടകർ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന മാസങ്ങളിൽ ഒപ്പം തന്നെ വർഷങ്ങളിൽ അടുത്ത 5 വർഷത്തിനകം വിവിധ കായിക പദ്ധതികളും എക്സ്പോ ഉൾപ്പെടെയുള്ള സുപ്രധാനമായ പദ്ധതികളും റിയാദിലേക്ക് എത്തുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ മുതൽ തന്നെ വിവിധ ഇന്ത്യൻ സംരംഭകരും കൺസൾട്ടൻസി രംഗത്തുള്ളവരും നമ്മളോടൊപ്പമുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് താസനാംശത്തിന്റെ മുഹമ്മദ് അസ്ലമും നിഫ്രാസുമാണ്. എന്താണ് ഇന്നത്തെ ഒരു ഡിസ്കഷനെ കുറിച്ച് തോന്നുന്നത്? പ്രത്യേകിച്ച് എക്സ്പോയിലേക്ക് സൗദി അറേബ്യ കടക്കുകയാണ്. അതിന്റെ ഒരു തുടക്കമെന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷിപ്പിക്കാം. കൂടുതൽ കരാറുകൾ വരുന്നു. എന്തായിരിക്കും എക്സ്പോ നൽകാൻ പോകുന്നത്? തീർച്ചയായും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ 2ാം ദിവസമായ ഇന്ന് ഇത് 9ാമത്തെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവാണ് സൗദിയിൽ നടക്കുന്നത്. പിന്നെ ഓരോ വർഷവും വേരിയസ് തീമുകളിൽ നടക്കുന്നത്. ഈ വർഷം അൺലോക്കിംഗ് ദി ചലഞ്ചസ് കീ ടു ദ ഓപ്പർച്യൂണിറ്റീസ് എന്ന ഒരു തലക്കെട്ടുകൊണ്ടുള്ള തീമിലാണ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തിൽ ഇന്ന് 2ാമത്തെ ദിവസമായി ഇന്ന് കാര്യമായിട്ട് ചർച്ച നടക്കുന്നത് എക്സ്പോ 2030യിലേക്കുള്ള ഒരു ഡിസ്കഷൻസ് ആണ്. അതിൽ വിശേഷിച്ചും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെ അവരുടെ സാധ്യതകൾ ഉറപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഈ സൗദിയുടെ ഈ എക്സ്പോ 2030 വിജയിപ്പിക്കാൻ സാധിക്കുന്നതിനുള്ള ചർച്ചകളാണ് നമുക്ക് ഒരുവിധം എല്ലാ ലാബുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ, അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബൽ എക്കോണമിയുടെ സസ്റ്റൈനബിലിറ്റിയുടെ ചർച്ചകളാണ് കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വേരിയസ് കമ്പനികളുടെ CEOs ആണ് ഇവിടെ ഈ ഒരു ഇന്നത്തെ ഇവന്റുകളിൽ കാര്യമായിട്ട് ചർച്ചകളിലേക്ക് പങ്കെടുത്തിരിക്കുന്നത്. ഇപ്പോൾ എക്സ്പോ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൂടുതൽ അവസരങ്ങൾ വരും, കൂടുതൽ സാധ്യതകൾ വരും. FIയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ നെറ്റ്വർക്കിംഗ് നടക്കുന്നു, ഒപ്പം തന്നെ കൂടുതൽ നിക്ഷേപാവസരങ്ങൾ തേടുന്നു, സഹകരണ സാധ്യത തേടുന്നുള്ളതാണ്. അപ്പം വരുന്ന കുറേ വർഷങ്ങൾ, ഇനി വരാനിരിക്കുന്ന 2034 വരെയുള്ള 9 വർഷത്തോളമുള്ള സമയം സൗദി അറേബ്യയുടെ ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ അത് എത്രമാത്രം ഉണ്ടാവുമെന്നാണ് കരുതുന്നത്? തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അതിൽ ഇന്ന് നമ്മൾ കേട്ട സെഷനുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയും ഏറ്റവും നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസാണ് ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു എക്സ്പോൻ്റെ ഭാഗമായിട്ട് ഏത് ഇൻഡസ്ട്രി ആയാലും അതിനേക്ക് ഇവിടെ എൻട്രി ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ബി ഫ്ലറിഷിങ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പോർട്സ് വൺ ഓഫ് ദ എക്സാമ്പിളാണ്. എക്സ്പോന് ശേഷം വരാനിരിക്കുന്ന വേൾഡ് കപ്പ്, പിന്നെ എക്സ്പോന് മുമ്പേ വരാനിരിക്കുന്ന ഏഷ്യൻ്റെ കപ്പ് കാര്യങ്ങളൊക്കെ ഒരുപാട് വേൾഡ് കപ്പ് ഫുട്ബോൾ മാത്രമല്ലാണ്ട് ഇപ്പോൾ ക്രിക്കറ്റ് ആയാലും ഏത് തരം സ്പോർട്സ് ആയാലും ആക്ടിവിറ്റി ലെവലിൽ ഗവൺമെൻറ് വളരെയധികം, ഈവൻ മിനിസ്ട്രി ഓഫ് സ്പോർട്സിൽ ഒരു എക്സിക്യൂട്ടീവായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായി. അപ്പോൾ അദ്ദേഹം എനി ടൈപ്പ് ഓഫ് സ്പോർട്സ് bring them to us എന്നാണ് പറഞ്ഞത്. അതായത് they are willing to support any international companies who are willing to invest in sports and grow the infrastructure here. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വെച്ചാൽ നേരത്തെ നമ്മളെല്ലാവരും സൗദി അറേബ്യ അങ്ങനെ ചിന്തിക്കുന്ന സമയത്തുണ്ടായിരുന്നത് ക്രിസ്ത്യാനോ, നെയ്മർ, പിന്നെ ഫുട്ബോൾ മാത്രം ചുറ്റിപ്പറ്റിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഗോൾഫ് വന്നു, ഫോർമുല 1 വന്നു, WWE പോലെയുള്ള ഇവന്റുകൾ വരുന്നു. അപ്പം ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ഇന്ത്യക്കാരായ ആളുകൾ സൗദി അറേബ്യയിലേക്ക് എത്തുന്നു. ഇപ്പോൾ സ്പോർട്സ് സെക്ടറുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയങ്ങളിലേക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് സർവീസ് സെക്ടറിലടക്കം ഒരുപാട് അവസരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇനിയുള്ളൊരു 5 വർഷത്തേക്ക് ഇന്ത്യക്കാർക്ക് ബാക്കിയുണ്ടാവുക, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്തൊക്കെയാണ്? ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് സെക്ടറിൽ വേറെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് സൗദിയിൽ തന്നെ. കഴിഞ്ഞ ദിവസം നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്പോർട്സുമായിട്ട് നമുക്കൊരു മീറ്റിംഗ് നടന്ന സമയത്ത് അവർ നമുക്ക് മുമ്പിൽ ഒരുപാട് സാധ്യതകളുള്ള സ്പോർട്സ് സെക്ടേഴ്സിനെ പിന്നെ ഓപ്പൺ ചെയ്ത ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്പോർട്സ് സെക്ടറിൽ സൗദി ഗവൺമെന്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതോടെ തന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അത് സ്പോർട്സ് എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഹെൽത്ത് സെക്ടർ, സ്പോർട്സ് ആൻഡ് ഹെൽത്ത്, ഒരു ഫിറ്റ്നസ് ഇതിലേക്ക് കൂടി സൗദി ഗവൺമെന്റ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്റർനാഷണൽ കമ്പനികൾ ഫിറ്റ്നസ് വേൾഡിലുള്ള അതിലേക്ക് ആളുകളെ ഓപ്പർച്യൂണിറ്റിക്ക് ഇവിടെ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റേ. ഏതായിരുന്നാലും ഈ തരത്തിലുള്ള വ്യത്യസ്തമായ ചർച്ചകളാണ് 2ാം ദിനവും റിയാദിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ കരാറുകൾ, ഈ മേഖലയിലുള്ള വ്യത്യസ്തമായ കരാറുകൾ ഒപ്പുവെക്കുന്ന ദിനം കൂടിയാണ്. അതിലേക്ക് കാത്തിരിക്കുകയാണ് റിയാദ്. പ്രത്യേകിച്ച് നാളെ ആയിരിക്കും ഏതൊക്കെ കമ്പനികൾ ഏതെല്ലാം മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപവുമായി എത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. റിയാദിൽ നിന്നും അഫ്തബ് റഹ്മാൻ, മീഡിയ 1.